എല്ലാവർക്കും നമസ്കാരം. ഇപ്പൊ ഇവിടെ സ്കോട്ട്ലൻഡില് ആണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ഇപ്രാവശ്യത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ട്രിപ്പ് UK-യിലേക്കാണ് ഞങ്ങൾ വന്നത്, യുണൈറ്റഡ് കിങ്ഡം. അവിടെ തന്നെ സ്കോട്ട്ലൻഡിലാണ്, എഡിൻബറ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്. അവിടെയാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇന്നലെ ആയിരുന്നു ഗ്ലാസ്ഗോ, അതായത് ഇവിടുന്ന് ഒരു 1 hour ഡ്രൈവ് ആണ് ഗ്ലാസ്ഗോ എന്ന് പറയുന്ന സ്ഥലം. സ്കോട്ട്ലൻഡിന്റെ ക്യാപിറ്റലാണ് എഡിൻബറ. എഡിൻബറയിലാണ് ഞങ്ങളുടെ താമസം. ഞങ്ങൾ താമസിക്കുന്ന വീടാണ് ഈ ബാക്കിൽ കാണുന്നത്, ഈ വൈറ്റ് വീട്. അച്ചിമിനിയുള്ള വീട് കണ്ടില്ലേ? ഞങ്ങളുടെ ഫ്രണ്ട് മിസ്റ്റർ കുര്യന്റെ വീടാണ്. അവര് വേറൊരു ട്രിപ്പിന് പോയിരിക്കുകയാണ്. അവര് പോർച്ചുഗൽ ക്രിസ്മസ് ട്രിപ്പിന് പോയപ്പോൾ ഞങ്ങൾ ഇവിടെ ട്രിപ്പിന് വന്നപ്പോൾ ഇവിടെയാണ് താമസിച്ചത്. ഞാൻ ഇന്ന് ഇത് കാണിച്ചു തരാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ ഇപ്പൊ ഇവിടെ 9:30 മണിയാണ് കേട്ടോ. സൂര്യൻ ഉദിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് പിന്നിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും അല്ലെ, ഒരു സൂര്യൻ ഉദിച്ചു വരുന്ന, അല്ലെങ്കിൽ ആ ഒരു 9:30 മണി. ഇപ്പോഴും നല്ല തണുപ്പാണ് ഇവിടെ. കാരണം 9:10 മണിക്കാണ് ഇപ്പൊ ഇവിടെ സൺറൈസ്. രാത്രി സൺസെറ്റ്, രാത്രി ഒന്നും ആവേണ്ട, ഒരു 3:30-4 മണിയൊക്കെ ആവുമ്പോഴേക്കും സൺസെറ്റ് ചെയ്യും. വളരെ കുറഞ്ഞ സമയമേ ഇപ്പൊ ഇവിടെ ഡേ ടൈം ഉള്ളൂ. ഈ ഒരു വിന്റർ സീസൺ അങ്ങനെയാണ്. നല്ല ഒട്ടുക്കത്തെ തണുപ്പാണ്. ഞാനിങ്ങനെ നിൽക്കണമെന്നേ ഉള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല കിടുങ്ങുന്ന തണുപ്പുണ്ട്. കാര്യം ഇവിടെ കാറ്റടിക്കുമ്പോഴാണ് നമുക്ക് സഹിക്കാൻ വയ്യാത്ത തണുപ്പ് വരിക. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന എഡിൻബറയിലെ വീട്. എനിക്കിവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വരുന്നു ഞാൻ ലൈവിലാ. സോ ഞങ്ങൾ ഇവിടുന്ന് ആക്ച്വലി എഡിൻബറയ്ക്ക് പോകാനുള്ള ബസ് കാത്ത് നിൽക്കുകയാണ്. ഒരു ബസ് പോയി, അതിനുള്ളൊരു ചീത്തയാണ് എനിക്കിപ്പോ കേട്ടത്. ഇനി അടുത്ത ബസ് എപ്പോൾ വരുന്നത് അറിയില്ല. എന്തായാലും ഇവിടുത്തെ ഒരു വീടുകൾ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ സത്യത്തിൽ സിനിമയിലൊക്കെയാണ് കേട്ടോ ഇങ്ങനത്തെ വീടുകൾ, അതായത് ഈ കാസിൽ പോലെയുള്ള വീടുകൾ കണ്ടിട്ടുള്ളൂ. ഭയങ്കര ഭംഗി, എന്ത് രസമാണെന്നറിയോ. പ്രത്യേകിച്ചിട്ട് ഇത് ക്രിസ്മസ് സീസൺ ആയതുകൊണ്ട് തന്നെ എല്ലാ വീടുകളിലും ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്, ക്രിസ്മസ് ട്രീകളുണ്ട്. ഭയങ്കര ഭംഗിയാണ് രാത്രി, പ്രത്യേകിച്ച് രാത്രി ആയി കഴിഞ്ഞാൽ ഈ വീടുകളെല്ലാം ഇങ്ങനെ ലൈറ്റ് ഇട്ടിട്ടേ ഭയങ്കര ഭംഗിയാണ്, ഭയങ്കര വൈവാ. അപ്പൊ ഞാനൊന്ന് നിങ്ങൾക്ക് ക്യാമറ തിരിച്ച് കാണിച്ചു തരാം കേട്ടോ. യെസ്, ഇത് കണ്ടോ, ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന വീട്. അതായത് ഞങ്ങളുടെ കുര്യന്റെ വീട്. ഇവിടെ ഇതാ നിങ്ങൾക്ക് ആ സൂര്യോദയം കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. ഇതൊക്കെ വേറെ വീടുകളാണ്. യെസ്, സുഖമാണോ ചോദിക്കുന്നു. ഗുഡ് മോർണിംഗ്. നിങ്ങൾക്ക് അവിടെ ഗുഡ് മോർണിംഗ് അല്ല, നിങ്ങൾക്ക് അവിടെ ഏകദേശം ഇപ്പൊ എത്ര ഈ സമയം? 3 മണി, ഏകദേശം അവിടെ 3-3:30 ആയിട്ടുണ്ടാവും അല്ലെ. ഇവിടുന്ന് 6 മണിക്കൂർ, അതായത് നമ്മുടെ ഇന്ത്യൻ ടൈമിനേക്കാൾ 5.5 മണിക്കൂർ അല്ലെ, 5.5 മണിക്കൂർ പുറകിലാണ് നമ്മൾ കേട്ടോ, 5.5 മണിക്കൂർ. അപ്പോ ഞാൻ പറഞ്ഞു ഇവിടെ രാവിലെ 9:30 മണിയാണ് ഇപ്പൊ സമയം. ഇത് കണ്ടോ, ഇവിടുത്തെ വീടുകൾ കണ്ടില്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ആക്ച്വലി ഇങ്ങനത്തെ ഈ കാസിൽ വീടുകൾ ഭയങ്കര ഇഷ്ടമാണ്, കാണാൻ എന്ത് രസമാണ്. അപ്പൊ ഞങ്ങൾ ഇനി ഇവിടുന്ന് ക്രിസ്മസ് മാർക്കറ്റ് ഒക്കെ ഉണ്ട് ഇവിടെ. പാപ്പു, യെസ്, പാപ്പുക്കുട്ടി തണുപ്പിനുള്ള എല്ലാവിധ പ്രതിരോധങ്ങളുമായി നിൽക്കുകയാണ്. ഇവിടെ കണ്ടോ വീടുകള്, ഇതൊക്കെ വീടുകളാണ്, ഇവിടെയുള്ള വീടുകളാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ കാസിൽ വീടുകൾ ഭയങ്കര ഇഷ്ടം. അവിടെ സമയം എത്ര? ഇവിടെ രാവിലെ ലോറിമർ വ്യൂ, ഇങ്ങനെ ഓരോ വീടുകളുള്ള, ഇതിന്റെ പുറകിലൊക്കെ എന്തൊരു ഭംഗിയാണെന്നറിയോ കാണാൻ. അതായത് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളാണ്. നമുക്കിങ്ങനെ എവിടേക്ക് നോക്കിയാലും വ്യൂ ആ, എവിടെ നോക്കിയാലും വ്യൂ ആണ്. യെസ്. അപ്പോ ഇന്ന് രാവിലെ, ഇപ്പോൾ ഞങ്ങളുടെ 2ാമത്തെ ദിവസമാണ് ഇവിടെ. ഇന്നലെ ഗ്ലാസ്ഗോയിലായിരുന്നു, ഇന്ന് എഡിൻബറയാണ് ഞങ്ങൾ ചുറ്റി കാണാൻ തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രാവിലേക്കൊന്ന് വെളിച്ചായപ്പോൾ ഇറങ്ങിയതാണ്. ഇനി ഇവിടുന്ന് ഒരു ബസ് കിട്ടണം. ഇവിടുത്തെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ബസ് സ്റ്റോപ്പാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. ഈ കാണുന്ന ബസ് സ്റ്റോപ്പാണ്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബസ്സുകൾ പോവും. ഞങ്ങൾക്ക് വേണ്ടത് നമ്പർ 44 ബസ്സാണ്. അതാണ് എഡിൻബറ മെയിൻ സിറ്റിയിലേക്ക് പോകുന്ന ബസ്. അവിടെ പിന്നെ നടന്ന് കാണാനുള്ള സ്ഥലങ്ങളേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എഡിൻബറ ചെറിയൊരു സിറ്റിയാണ് അത്രേ, പക്ഷെ കുറേ സ്ഥലങ്ങൾ കാണാനുണ്ട്. പക്ഷെ നടന്ന് നമുക്ക് കാണാം. പിന്നെ അവിടെ ഹിപ്പ് ഹോപ്പ് ബസ്സുകളുണ്ട്. അതായത് നമുക്ക് ഒരു ബസ് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഏത് ബസ്സിൽ വേണമെങ്കിൽ കയറാം. അപ്പോൾ ആ ബസ് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോയി നമ്മളെ കാണിക്കും. അപ്പോൾ ഇന്ന് ഞങ്ങൾ എഡിൻബറയിലാണ്. നാളെ ഹൈലാൻഡ്സ് എന്ന് പറയുന്നത്, അതായത് നമ്മുടെയൊക്കെ ഊട്ടി മൂന്നാറൊക്കെ പോലെയുള്ള ഒരു ഹിൽ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. ആ ഭാഗത്തേക്കാണ് ഞങ്ങൾ പോകുന്നത്, ഹൈലാൻഡ്സ്. അപ്പോൾ ഇതെന്തായാലും കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കണം എന്ന് തോന്നി. കാരണം ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയി. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഇംഗ്ലീഷ്
സ്റ്റൈല് വീടുകളെ, ചിമ്മിനിയുള്ള വീടുകളെ, ഇങ്ങനത്തെ കാസിൽ പോലെയുള്ള നമ്മളിതിലൊക്കെ പലപ്പോഴും സിനിമകളിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികളിലൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ഹാരി പോട്ടറൊക്കെ ആ ഒരു സ്റ്റൈല് കൺസ്ട്രക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് അങ്ങനത്തെ ഒരു വീട്ടിൽ താമസിക്കുന്നത് കേട്ടോ. ഞങ്ങൾ താമസിക്കുന്ന വീടിന്റെ ഉള്ളിൽ ചിമ്മിനിയൊക്കെ ഉണ്ട്. അതായത് തണുപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് വിറക് കൂട്ടാനും തീ കായാനും ഒക്കെയുള്ള ചിമ്മിനിയൊക്കെ ഉണ്ട്. അപ്പോൾ ആക്ച്വലി ഉൾഭാഗം കാണിക്കായിരുന്നു നിങ്ങൾക്ക് സാരമില്ല. എന്തായാലും ഈ പുറംഭാഗം വന്ന് കണ്ടപ്പോൾ, അതിന്റെ ഭംഗി കണ്ടപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഒന്ന് കാണിക്കണം എന്ന് തോന്നി. അതുകൊണ്ട് ആണ് രാവിലെ തന്നെ ഒരു ലൈവിൽ വന്നത്. അവിടെ ഉച്ചയിരിഞ്ഞു എന്ന് എനിക്കറിയാം. ഏകദേശം 2:30-3 മണിയായിട്ടുണ്ടായിരിക്കും. സോ ഇന്ന് സ്കോട്ട്ലാൻഡിന്റെ എഡിൻബറ എന്ന് പറയുന്ന സ്ഥലത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ ലൈവ് വരാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഇപ്പോൾ അധികം ആളുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ലൈവൊക്കെ വരാൻ പറ്റിയത്. ഇനി സിറ്റിയിലൊക്കെ പോകുമ്പോൾ നല്ല തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ തോന്നുന്ന പോലെ ലൈവ് എടുക്കാനൊന്നും പറ്റില്ല. ഇവിടുത്തെ ആളുകൾക്ക് പ്രൈവസി കാര്യങ്ങളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പോൾ ഇനി ലൈവ് എടുത്ത് പണി കിട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ലൈവ് വരാത്തത്. നോക്കട്ടെ, എന്തായാലും എല്ലാ വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. യെസ്, ശരി. അപ്പോൾ എല്ലാവർക്കും ക്രിസ്മസ് കഴിഞ്ഞു. ഇന്നിപ്പോൾ 26-ാം തീയതി ആയി. എങ്കിലും ഹാപ്പി ന്യൂ ഇയർ. ഓക്കെ, അപ്പോൾ എഡിൻബറയുടെ വിശേഷങ്ങൾ ഇന്നും നാളെയുമായിട്ട് ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാം. എല്ലാവരും കാണാൻ ശ്രമിക്കൂ കേട്ടോ. യെസ്, സരിൻ ബ്രോ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ സരിൻ ബ്രോനെയും പാപ്പുനെയും കാണിച്ചു തന്നല്ലോ. യെസ്, ഇതാ രണ്ടാൾ ഇവിടെ തന്നെ ഉണ്ട്. എനിക്ക് നല്ല ചീത്ത കേട്ട് നിൽക്കുകയാണ്. കാര്യം ഞാൻ ഇവിടെ ലൈവ് എടുത്തത് കൊണ്ട് ഒരു ബസ് പോയി. ഇനി അടുത്ത ബസ് എപ്പോൾ വരുന്ന അറിയില്ല. ഒരു ഹായ് പറയൂ രണ്ടാളും. രണ്ടാളെയാണ് ഏറ്റവും ചോദിക്കുന്നത്. ഒരു ഭയങ്കര ചാടയാണ് കേട്ടോ. എപ്പോലെയല്ല പാപ്പു. ആ യെസ്, അത് ഞാൻ പറഞ്ഞിട്ടില്ല. ബോക്സിംഗ് ഡേ. എന്താ പാപ്പു, വാട്ട് യു മീൻ ബൈ ബോക്സിംഗ് ഡേ? ബോക്സിംഗിന്റെ ഡേ. ഏത് ബോക്സിംഗ്? ഡിഷും ബോക്സിംഗ് ആണോ? പോ പാപ്പൂസേ. അതായത് ഇന്നിവിടെ UAE വിട്ടോന്നോ? നല്ല കാര്യം. UAE എങ്ങനെ വിടും? അവിടെ എന്റെ ജോലിയല്ലേ. UAE വിട്ടിട്ടൊന്നുമില്ല. ഇതിപ്പോ ഒരു കുഞ്ഞ് ട്രിപ്പിന് വന്നതല്ലേ ഞങ്ങള്. അപ്പോൾ ഇന്നിവിടെ ആക്ച്വലി ഡിസംബർ 26 എന്ന് പറയുന്നത് ബോക്സിംഗ് ഡേ ആണ്. ബോക്സിംഗ് ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സംബന്ധിച്ചിട്ട് ക്രിസ്മസിനെ പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ്. ഇവർക്ക് കിട്ടുന്ന, ഞാൻ മനസ്സിലാക്കുന്നത്, കാരണം ഈ ഗിഫ്റ്റ് ഒക്കെ അൺറാപ്പ് ചെയ്യുന്ന ദിവസമല്ലേ, ഗിഫ്റ്റുകൾ അൺറാപ്പ് ചെയ്യുന്ന ദിവസമല്ലേ, അൺബോക്സ് ചെയ്യുന്ന ദിവസം. അതിനെ അവർ ബോക്സിംഗ് ഡേ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അത് ഈ ക്രിസ്മസിന് അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയൊക്കെ അല്ലേ, അങ്ങനെയാണല്ലോ ഈ വെസ്റ്റേൺ കൾച്ചർ. അപ്പം അങ്ങോട്ടും നമുക്ക് കിട്ടുന്ന ഗിഫ്റ്റുകളെല്ലാം അൺബോക്സ് ചെയ്യുക, അതായത് തുറന്നു നോക്കുന്ന ഒരു ദിവസമാണ്. അതിന് അൺബോക്സിംഗ് ഡേ എന്നല്ല, ബോക്സിംഗ് ഡേ എന്നാണ്. ഞാൻ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ടാട്ടോ ഈ ഒരു പേര് കേട്ടത്, എനിക്ക് അറിയണ്ടായിരുന്നില്ല. അപ്പോൾ സരിനാണ് എനിക്കത് എന്താന്ന് പറഞ്ഞു തന്നത്. അപ്പോൾ എന്നിട്ട് അവർ പറയുന്നുണ്ടായിരുന്നു ശരിക്കും അതിന് അൺബോക്സിംഗ് ഡേ എന്നാണ് പറയേണ്ടത്, ബോക്സിംഗ് ഡേ എന്നല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബാക്കി ഇനി ഞങ്ങൾ ഇന്നത്തെ വിശേഷങ്ങൾ, അവിടുത്തെ എല്ലാ വിശേഷങ്ങളും ഞാൻ വീഡിയോ ആയിട്ട് എടുത്തിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാം. അപ്പോൾ കണ്ടോ എന്ത് ഭംഗിയാണല്ലേ. എനിക്ക് ഈ സ്ഥലങ്ങൾ ഞാൻ ചേട്ടനോട് പറയായിരുന്നു, ഇവിടെ കുറച്ചു നേരമൊക്കെ ഒന്ന് ചുറ്റി കാണാം. പറയാൻ നമ്മുടെ നാട്ടിലൊരു സാധാരണത്തെ വീടിന്റെ ഒരു പരിസര പ്രദേശങ്ങളാണ്, അതായത് ഇവർ താമസിക്കുന്ന സാധാ പ്രദേശങ്ങളാണ് ഇതൊക്കെ. പക്ഷെ എവിടെ നോക്കിയാലും ഭയങ്കര ഭംഗിയാണ്. എന്താ പറയുക, എവിടെ നോക്കിയാലും നമുക്ക് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും തോന്നും. മേ ബി എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടായിരിക്കും കേട്ടോ ഈ ടൈപ്പ് വീടുകൾ. ഓക്കെ, അപ്പൊ ശരി, എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ബൈ. ഓക്കെ, പാപ്പുവിന് മൂടില്ലാഞ്ഞിട്ടൊന്നല്ല, ഇവിടുത്തെ തണുപ്പ് കാരണം പാപ്പുവിന്റെ മൂട് പോയതാണ്. നല്ല തണുപ്പാ, അതുകൊണ്ടാണ് പാപ്പു എല്ലാം ഇങ്ങനെ എന്താ പറയാ ഗ്ലൗസും ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. എനിക്ക് നല്ല തണുപ്പുണ്ട് ഗ്ലൗസ് ഇല്ലെങ്കിലും. ഓക്കെ, അപ്പൊ ശരി. അപ്പൊ ഇനി പതുക്കെ വിശേഷങ്ങൾ ഓരോന്നായിട്ട് പറയാം കേട്ടോ. ബൈ.